ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രൂണയിലെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മോർണിംഗ് റുട്ടീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ മുതൽ സായിക്കുട്ടി ചേട്ടനെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായി അവരോട് എത്തിയപ്പം എന്തായാലും ഇന്ന് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ എന്തായാലും നമ്മളിത് അവരെ വിഷ് ചെയ്യാണ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വന്നപ്പോൾ തന്നെ അരുൺ ഐസ്ക്രീമാണ് കൊടുത്തത്. എന്തായാലും വെഡിങ് ആനിവേഴ്സറി അല്ലേ, ഒന്ന് സ്വീറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ഉച്ചയ്ക്ക് ഞാനും ചേച്ചി നെയ്ച്ചോറും ചിക്കനും അന്തസ്സായിട്ടിരുന്ന് കഴിക്കാനായിട്ടേ കാണുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ തന്നെ പാത്രമൊക്കെ കഴുകി അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ പരിപാടി കാര്യങ്ങളൊക്കെ ദേ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ചെറിയൊരു അരുൺ ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും പിള്ളേർക്കൊരു വാട്ടർ മെലനും കൊടുത്തു. ഞങ്ങളാണെങ്കിൽ രാവിലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി. പുട്ടും ചിക്കൻ കറിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തൊരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുകയാണ് കേട്ടോ. എന്തോ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, അതുപോലെ തന്നെ വയറും മനസ്സൊക്കെ നിറഞ്ഞു. അങ്ങനെ നമ്മൾ വൈകുന്നേരം ചുമ്മാ ഒരു ഈവനിങ് വാക്ക് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ മാങ്ങ വേണ്ടി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അവിടെ നിറയെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. നമ്മുടെ മൂവാണ്ടനുമ്പളുണ്ട്, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് ഒരു നല്ലൊരു പുളിയമ്മാങ്ങ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പുളിയമ്മാങ്ങയും മൂവാണ്ടമാങ്ങയൊക്കെ പൊട്ടിച്ചു. എന്തായാലും പുളിയമ്മാങ്ങ നമുക്ക് കറിയിലിടാനൊക്കെ ഇട്ട് നല്ലതാണല്ലോ. പിന്നെ മൂവാണ്ടമാങ്ങയാണെങ്കിൽ നമുക്ക് അച്ചാറിടാം. അപ്പോൾ സായിക്കുട്ടിക്കാണെങ്കിൽ പൊട്ടിക്കിടന്നുണ്ട്. ഈ സായിക്കുട്ടി പോയി മാങ്ങയൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൂണയിൽ മാങ്ങയൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് മിസ്സാവില്ല കേട്ടോ നമുക്ക്. കാരണം നാട്ടിലെ ഏകദേശം ക്ലൈമറ്റും അതുപോലെ തന്നെ മാങ്ങ ചക്ക സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കിട്ടുന്ന കാരണം കൊണ്ട് അത്രയ്ക്ക് മിസ്സിങ് ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം കടയിലൊക്കെ പോയി. അപ്പോഴത്തേനും നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ ചെറിയൊരു മാറ്റം കേട്ടോ. നല്ല മഴക്കാരൊക്കെ വന്ന് മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടൻ വന്നിട്ടോ. ഏട്ടൻ വലിയൊരു ബിഗ് സർപ്രൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏട്ടനെ കണ്ടത് സായിക്കുട്ടിയും ധ്രുവും കൂടെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഏട്ടൻ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനോട്ടും പ്രതീക്ഷിച്ചില്ല. അവർ സർപ്രൈസ് ആയി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ടിങ് പിന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുക, അതൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളിത് വേഗം കുളിച്ച് റെഡിയായി. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാനും ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചേച്ചിയും ചേട്ടനും തീരെ പ്രതീക്ഷയില്ല. എന്തായാലും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാം, അവർക്ക് ഇഷ്ടമാവുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചിയും പ്രതീക്ഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിത് ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാനിത് നാട്ടിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. ചെറിയൊരു ഫോട്ടോ ഫ്രെയിമാണ്. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസ് മാത്രം സെലക്ട് ചെയ്ത് ചെറിയൊരു ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കിരൺ ആൻഡ് സുകന്യ എഴുതിയിട്ടുണ്ട്. 10th എഴുതാൻ മറന്നു ഈ സത്യം പറഞ്ഞാൽ. അപ്പോൾ 10th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഇതേ പിള്ളേരെല്ലാവരും കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മൾ ചെറിയ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ മൊമെൻറ്റ്സൊക്കെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് നാൾക്ക് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴായാലും കിട്ടുന്നൊരു സന്തോഷം അത് വേറെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്കും ചേട്ടനും സന്തോഷമായ പോലെ തന്നെ ഞങ്ങൾക്കും സന്തോഷമായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളും കേക്ക് കൊടുക്കുന്ന കാര്യത്തിലൊന്നും മടി കാണിച്ചൊന്നുമില്ല കേട്ടോ. ഞാനും കേക്കൊക്കെ മുറിച്ച് ചേട്ടനും ചേച്ചിക്കും പിള്ളേർക്കും എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ എന്താ പറയുക, നമ്മൾ ചെറിയൊരു സന്തോഷം അത്ര തന്നെ. നമ്മൾ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രം അങ്ങനെ ജസ്റ്റ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. എന്തായാലും കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കേക്കായിരുന്നു, റെഡ് വെൽവെറ്റിൻ്റെ. സത്യം പറഞ്ഞാൽ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ആഘോഷങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മളിപ്പോൾ ഒരുമിച്ചായ കാരണം കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയും ആഘോഷവും ഹാപ്പിനെസ്സൊക്കെ കിട്ടുന്നത്. എന്തായാലും ചേച്ചിയും കുറച്ച് ഇമോഷണലി ഇതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഫുഡ് കോർട്ടിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ചെറുഡോങ്ങിൽ പുതിയ ഫുഡ് കോർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ പഴയ ഫുഡ് കോർട്ട് റിനോവേറ്റ് ചെയ്ത് പുതിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അവിടുത്തെ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇപ്പം വീക്കെൻഡ് ആണല്ലോ, ഒന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ മലയാളി റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നെസ്റ്റീനിൽ പോയിട്ട് മെനു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നാനും അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ മസാലയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്.
അതുപോലെ തന്നെ പിന്നെ എന്തായാലും മലൈ ഫുഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് നമുക്ക് നമ്പറൊക്കെ കിട്ടി. നമ്മളിത് കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഫുഡൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ നെസ്റ്റിനിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാനും ബട്ടർ മിൽക്കും അതുപോലെ തന്നെ ഗോബി 65 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബട്ടർ മിൽക്ക് ചിക്കനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്തായാലും എല്ലാ ഫുഡിലും ഇഷ്ടപ്പെട്ടതായൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഷവർമ റൈസ് അതുപോലെ തന്നെ റൈസ് വിത്ത് ബീഫാണ് കേട്ടോ. എന്തായാലും എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്നും തെറ്റ് പറയാനായിട്ടില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബട്ടർ മിൽക്ക് ചിക്കനാണ് കേട്ടോ. അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നമ്മളിത് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അതാരണം കൊണ്ട് പിള്ളേർ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബട്ടർ മിൽക്ക് ചിക്കൻ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബട്ടർ മിൽക്ക് അതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്യണം കേട്ടോ ചിക്കൻ്റെ അകത്ത്. എന്തായാലും ഈ ഒരു സംഭവം ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടപ്പോൾ ഒന്ന് മേടിക്കാൻ തോന്നിയിട്ട് ഇങ്ങനെ മേടിച്ചാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതേ ഫുഡ് കോർട്ടിൽ നിന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഇവിടെ പുറത്ത് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കണ്ടില്ല. അങ്ങനെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ദേ ടാറ്റ ബൈ സി ഒക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ദേ പിള്ളേരും പാപ്പനൊക്കെ കൂടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഡേ എന്തായാലും നമ്മളെല്ലാവരും വെൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്രൂണയിലെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ബ്രൂണയിലെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും അതുവരയ്ക്കും ബൈ.